Good morning, students. അടുത്ത പ്രോബ്ലം ഇതാണ്. Using Newton-Raphson methods, compute the real root of f of x is equal to e raised to 2x minus x minus 6 lying between 0 and 1. അപ്പോൾ f of x equal e raised to 2x minus x minus 6 എന്ന ഫംഗ്ഷന്റെ റൂട്ട് കണ്ടുപിടിക്കും. ആ റൂട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 0 നും 1 നും ഇടയ്ക്ക് 0 ക്കും 1 നും ഇടയ്ക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ റൂട്ട് നമുക്ക് ആ റിയൽ റൂട്ട് കണ്ടുപിടിക്കണം. അതാണ് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രണ്ട് മൊഡ്യൂളാണ് ന്യൂമറിക്കൽ മെത്തേഡ് 1 ഉം ന്യൂമറിക്കൽ മെത്തേഡ് 2. ഇതിൽ ഓരോ മെത്തേഡിലും ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് അതിന്റെ ആൻസർ കാണാൻ സാധിക്കും. ഫോർമുല പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഫോർമുല തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോർമുല മറന്നുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ആകുമ്പോൾ അതിന്റെ ഫോർമുല എന്താണ്? അതിന്റെ ഫോർമുല ഇതാണ്: xn plus 1 is equal to xn minus f of xn by f of f dash xn എന്നാണ്. ഈ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ട് ഓർക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ റിയൽ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ യു ഷുഡ് നോ ദ ഫോർമുല xn plus 1 is equal to xn minus f of xn by f dash x. ഇവിടെ തന്നിരിക്കുന്ന f of x എന്താണ്? f of x എന്ന് പറയുന്നത് e raised to 2x minus x minus 6. f dash x എന്താണ് തന്നിരിക്കുന്നത്? ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. e raised to 2x minus x minus 6 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 into e raised to 2x minus 1. 2 into e raised to 2x minus 1. ഇനി നമുക്ക് റൂട്ട്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പോൾ f of 0 കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഫംഗ്ഷൻ x ന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to 0 minus 0 minus 6. നമ്മൾ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? നമുക്ക് കിട്ടുന്ന വാല്യൂ -5 ആണ്. e raised to 0 minus 0 minus 6 എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? -5 ആണ്. ഈ -5 എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? f of 1 കണ്ടുപിടിക്കാം. e raised to 2 minus 1 minus 6. e raised to 2 minus 1 minus 6 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. Therefore root lies between 0 and 1. ഇവിടെ നമുക്ക് ഓൾറെഡി 0 and 1 തന്നിട്ടുണ്ട്. ചില പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ 0 1 2 3 എന്ന് കൊടുത്തിട്ട് എവിടെയാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചാടുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ആ റൂട്ട് ലൈസ് ബിറ്റ്വീൻ പർട്ടിക്കുലർ വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി നമുക്ക് 0 and 1 എന്ന് വന്നുകൊണ്ട് f of 0 നെഗറ്റീവ് എന്ന് കിട്ടി, f of 1 പോസിറ്റീവ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് f of 0 കണ്ടുപിടിക്കണം. മോഡുലസ് f of 0 ഏതാണ്? മോഡുലസ് ഓഫ് -5 that is equal to 5. മോഡുലസ് ഓഫ് f of 1 എന്താണ്? മോഡുലസ് f of 1 എന്ന് പറഞ്ഞാൽ നമുക്ക് f of 1 നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് വാല്യൂ 0.389 ആണ്. മോഡുലസ് ഓഫ് 0.389 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.389. അപ്പോ ഇവിടെ മോഡുലസ് ഓഫ് f of 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് f of 0. മോഡുലസ് f of 1 ലെസ് ദാൻ മോഡുലസ് ഓഫ് f of 0. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താണ് x0 ആയിട്ട് എടുക്കേണ്ടത്? x0 ആയിട്ട് 1. അപ്പോ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഏതാണ് x0 1 ആണോ എടുക്കേണ്ടത് 0 എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? മോഡുലസ് f of 0 കാണാം, നമുക്ക് 5 കിട്ടി. മോഡുലസ് f of 1 കാണാം, നമുക്ക് എന്താ കിട്ടിയത്? 0.389 കിട്ടി. ഇത് രണ്ടിന്റെയും മോഡുലസ് എടുക്കുമ്പോൾ ഒന്ന് 5 മറ്റു 0.389 ആണ്. ഇത് ചെറുത് അതാണ് 0.389 ആണ്. അതുകൊണ്ട് x0 നമ്മൾ എന്തെടുക്കണം? x0 എന്നുള്ളത് 1 എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കാം? x1 കണ്ടുപിടിക്കാം. x1 കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? x1 കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഫോർമുലയില് ഈ n നമ്മൾ 0 കൊടുക്കുമ്പോൾ x1 is equal to x0 minus f of e x0, f of x0 by f dash x0. x0 എത്രയാണ്? x0 എന്നുള്ള 1 ആണ്. മൈനസ് f of x0 എത്രയാണ്? f of 1. f dash x0 എത്രയാണ്? f dash that is 1 minus f of 1.
എഫ് ഓഫ് ആണെന്ന് പറഞ്ഞാൽ ഈ എക്സിന് 1 കൊടുക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കാം. e raised to 2 minus 1 minus 6. e raised to 2 minus 1 minus 6 divided by ഇവിടെ f dash x ൽ നമ്മൾ എന്ത് കൊടുക്കണം? 2 into e raised to 1 e raised to 2 minus 1. 2 into e raised to 2 minus 1. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 0.97176 എന്നാണ് ആൻസർ. നമ്മൾ 3 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.97, ഈ 1 എന്നുള്ളത് 5 കൂടുതലാണെങ്കിൽ 1 എന്നുള്ള 2 ആക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 0.972. 0.972. അപ്പൊ x1 നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ x1 ഉപയോഗിച്ച് അടുത്ത x2 കാൽക്കുലേറ്റ് ചെയ്യണം. ഈ x1 ഉപയോഗിച്ച് നമുക്ക് x2 കാൽക്കുലേറ്റ് ചെയ്യാം. x2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഫോർമുല? x1 മൈനസ് f of x1 by f dash. അപ്പൊ എന്താണ് x1 ന്റെ വാല്യൂ എത്ര കിട്ടിയത്? 0.972 മൈനസ് f of x1 എന്ന് പറഞ്ഞാൽ എന്താണ്? f of x നമ്മുടെ കയ്യിലുണ്ട്, e raised to x minus x minus x. അതിൽ x ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 0.972 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് e raised to 2 into 0.972 minus 0.972 minus 6 divided by f dash x1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 into e raised to 2 into 0.972 minus 1. അപ്പൊ നമ്മൾ x2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ x1 ന് പകരം 0.972 കൊടുത്തു. f of x1 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 2 into 0.972 minus 0.972 minus 6 divided by 2 into e raised to 2 into 0.972 minus 1. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.9707086 എന്നാണ്. അതിന് 3 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.971. അപ്പൊ x2 ന്റെ വാല്യൂ നമുക്ക് കിട്ടി. x2 ന്റെ വാല്യൂ എത്ര കിട്ടി? 0.971. ഇനി നമുക്ക് അടുത്ത് എന്ത് കിട്ടണം? x2 ന്റെ വാല്യൂ കിട്ടും. x2 ന്റെ വാല്യൂ കിട്ടാനായിട്ട് ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഈ ഫോർമുല കൊടുക്കുക. ആ ഫോർമുലയിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3 കിട്ടും. ആ x3 ഉപയോഗിച്ച് നമ്മൾ ആരെ കാണണം? x4 കാണണം കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ x1 കണ്ടു, x2 കണ്ടു, അടുത്ത് x3 കണ്ടുപിടിക്കാം. x3 x3 കാണാനായിട്ട് x3 is equal to ഇവിടെ x2 minus f of x2 divided by f dash x2. x2 എത്ര കിട്ടിയത്? 0.971. 0.971. f of 0.971 divided by f dash. x2 എത്രയാണ്? 0.971. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.971 മൈനസ് ഇവിടെ നമ്മൾ e raised to 2 into 0.971 2 into 0.971 minus 0.971 minus 6 divided by f dash. f dash ഇത് വരും 2 into e raised to 2 into 0.971 minus. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.97087. നമ്മൾ 3 ഡെസിമൽ പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.971. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂ എത്രയാണ്? x2 എന്നുള്ളത് 0.971 ആണ്. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 0.97 ആണ്. അവർ രണ്ട് വാല്യൂ കോയിൻസൈഡ് ചെയ്തു. Therefore നമ്മുടെ അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? Therefore നമ്മുടെ അപ്രോക്സിമേറ്റ് റൂട്ട് നമുക്ക് എഴുതാം. നമ്മുടെ കൺക്ലൂഷൻ അപ്രോക്സിമേറ്റ് റൂട്ട് എന്ന് പറയുന്നത് ഈസ് 0.97. നമ്മൾ 3 ഡെസിമൽ പ്ലേസിനെ കറക്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 0.971 correct to 3 decimal places. Correct to
3 decimal places. ഇങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഉപയോഗിച്ച് റിയൽ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? നമ്മുടെ ഫോർമുലയാണ്. ആ ഫോർമുല നമ്മൾ ഓർത്തിരിക്കുക. xn plus 1 is equal to xn minus f of xn by f dash xn. ഇതാണ് ഫോർമുല. അതിനുശേഷം ഇവിടെ നമുക്ക് 0-നും 1-നും ഇടയ്ക്ക് 0-ക്കും 1-നും ഇടയ്ക്കാണ് റൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് x0 0 ആണോ x0 1 ആണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ f of 0 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും, മറ്റത് പോസിറ്റീവ് കിട്ടും. അപ്പോൾ 0-ക്കും 1-നും ഇടയ്ക്കാണ് റൂട്ട് എന്ന് മനസ്സിലായി. എന്നിട്ട് മോഡുലസ് ഓഫ് f of 0യും മോഡുലസ് ഓഫ് f of 1 എടുക്കണം. ഇവിടെ മോഡുലസ് ഓഫ് f of 1 ചെറുതാണ്. മോഡുലസ് f of 1 എന്നുള്ളത് ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ x0 എന്നുള്ള 1 എടുത്തു. ആ x0 1 ഉപയോഗിച്ച് ആരാദ്യം കണ്ടുപിടിച്ചു? x1-നെ കണ്ടുപിടിച്ചു. x1 നമ്മൾ കണ്ടുപിടിച്ചിട്ട് 3 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യുമ്പോൾ 0.972. ആ x1 ഉപയോഗിച്ച് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? അടുത്ത x2 കണ്ടുപിടിച്ചു. x2 കണ്ടുപിടിക്കാനായിട്ട് എന്താ ഫോർമുല? ഈ n-ന് നമ്മൾ 1 കൊടുക്കുമ്പോൾ x2 = x1 minus f of x1 by f dash x1. തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ x0 ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? x1 കൊടുക്കണം. x2 കണ്ടുപിടിക്കാനായിട്ട് പ്രീവിയസ് കേസിൽ x1 കണ്ടുപിടിക്കാനായിട്ട് x0 ഉപയോഗിച്ചിരുന്ന സന്ദർഭത്തിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു? x1 കൊടുക്കും. അപ്പൊ x1 minus f of x1 by f dash x1. നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 0.971. തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂ 0.972 ആണ്, 0.971 ആണ്. അടുത്ത ഒരു പടി ചെയ്ത് നോക്കാം. x3 കാണാം. x3 കാണാൻ എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ x2 ഉപയോഗിച്ച് x3 കണ്ടുപിടിക്കുക. അതിനെന്താണ് ഫോർമുല? n is equal to 2 കൊടുക്കുമ്പോൾ x3 is equal to x2 minus f of x2 by f dash x2. അപ്പൊ x2 എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്? 0.97. ആ 0.97 ഉപയോഗിച്ച് f of x-ൽ നമ്മൾ 0.972 കൊടുക്കുമ്പോൾ f of 0.972 കിട്ടും. അതിൽ f dash 0.972. അത് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x3യുടെ വാല്യൂ എത്ര കിട്ടണേ? 3 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 0.971. അപ്പൊ തൊട്ട് മുമ്പ് കിട്ടിയ വാല്യൂ x2ന്റെ വാല്യൂ എത്രയാണ്? 0.971 ആണ്. ഇപ്പൊ കിട്ടിയ വാല്യൂ എത്രയാണ്? 0.971 ആണ്. ഇത് രണ്ടും കൂടി പോയിന്റ്സ് കിട്ടും. അപ്പൊ നമ്മുടെ റൂട്ട് എന്താണ്? റിയൽ റൂട്ട് 0-ക്കും 1-നും ഇടയ്ക്കുള്ള റിയൽ റൂട്ട് എന്താണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു? 0.971 എന്ന് കിട്ടി. അത് നമ്മൾ 3 ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ചെയ്തു. ചില പ്രോബ്ലത്തിൽ പറയും ഇത്ര ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആവറേജ് ഒരു 3 ഡെസിമൽ പ്ലേസ് എടുത്തിട്ട് ചെയ്യാം. അതാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ആ ഫോർമുല കണ്ടുപിടിക്കുക എന്ന ഫോർമുലയാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. xn is equal to xn plus 1 is equal to xn minus f of xn by f dash xn. അതുപോലെ തന്നെ നമ്മൾ x0 എടുക്കേണ്ടത് എന്താണ്, ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മോഡുലസ് എടുക്കുക. മോഡുലസ് ഓഫ് നമ്മളെ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ 0 1 എന്ന് പറഞ്ഞിരിക്കുന്നു. ചില ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടെത്തണം. അപ്പൊ ആ കണ്ടെത്താൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് ചാടുമ്പോൾ 2 വാല്യൂ തമ്മിലുള്ള മോഡുലസ് എടുക്കുക. ഏതാണോ ചെറുത് അതാണ് നമ്മൾ x0 ആയിട്ട് എടുക്കുന്നത്. ഇവിടെ മോഡുലസ് f of 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ചെറുതായിരുന്നു. മോഡുലസ് f of 0 വലുതായിരുന്നു. അപ്പൊ നമ്മൾ x0 എന്നുള്ളത് 1 എടുത്തു. 1 എടുത്ത് ചെയ്ത് വന്നപ്പോ നമുക്ക് x1 കിട്ടി. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യാം. x1 കിട്ടി. ആ x1 ഉപയോഗിച്ച് x2 കാണുന്നു, x2 ഉപയോഗിച്ച് x3 കാണുന്നു. ഇത് ഏതെങ്കിലും നമ്മൾ കോയിൻസൈഡ് ചെയ്താൽ അതായിരിക്കും നമ്മുടെ റൂട്ട്. ഇതാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. അപ്പൊ ഫോർമുല വെരി 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 ഇമ്പോർട്ടൻറ്റ്. xn plus 1 is equal to xn minus f of xn by f dash xn. കേട്ടോ? ആ f of xn ന്റെ ഡെറിവേറ്റീവ് ആണ് f dash xn. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.